ഹലോ ഗൈസ്, നമസ്കാരം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എക്സാം അല്ലെ നമ്മൾ ഇപ്പൊ കറന്റ് അതിന്റെ എന്താണ് ആ ഒരു അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ പൊതുവെ ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഫസ്റ്റത്തെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയാൻ ആകാംക്ഷയുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടായേക്കാം അല്ലെ. അതുപോലെ ആ ഒരു എക്സാമിന് എപ്പോഴായിരിക്കും നടക്കുക എന്നൊക്കെയുള്ള ഒരു രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്ന നമുക്ക് പഠിക്കാൻ അത്രയും സമയം കിട്ടുമോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാ ആൾക്കാർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക് ആ എക്സാം ഡേറ്റ് ഒന്ന് ഏകദേശം എപ്പോഴാണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അത് എപ്പോഴായിരിക്കുന്നുള്ളത് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എപ്പോഴായിരിക്കുള്ള ഒരു ഗസ് വർക്ക് നമുക്ക് നടത്താം. അതുപോലെ എന്താണ് ആ ഒരു വേക്കൻസി അതും എക്സാക്ട്ലി 200 അല്ലെങ്കിൽ 210 എന്നൊക്കെ പറഞ്ഞ ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇതിന് മുന്നേ നടന്നിട്ടുള്ള നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള ആ ഒരു എക്സാം അല്ലെ, ആ ഒരു എക്സാമിൽ ഇപ്പൊ കറന്റ്ലി നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അതിൻ്റെ അകത്ത് എത്ര വേക്കൻസീസ് വരെ അല്ലെങ്കിൽ എത്ര അഡ്വൈസസ് പോയിട്ടുണ്ട്. അതുപോലെ ഇതിന് മുന്നേ നടന്നിട്ടില്ല, അതായത് ഇപ്പൊ കറന്റ്ലി ഉള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിനേക്കാൾ മുന്നേ നിലവിലുണ്ടായിരുന്ന ആ റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് എത്ര ആൾക്കാർക്ക് ആ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പോസ്റ്റിംഗ് നടന്നിട്ടൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. അതിന്റെ ബേസിൽ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന ആ ഒരു എക്സാമിന്റെ അകത്ത് ഏകദേശം എത്രയാണ് ആ ഒരു റേഞ്ച്, ആ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് പോകാനുള്ള അല്ലെങ്കിൽ ആ വേക്കൻസീസിന്റെ ആ ഒരു റേഞ്ച് നമുക്കൊന്ന് ഏകദേശം ഒന്ന് പ്രിഡിക്ട് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഇറിഗേഷൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് സിവിൽ 2.0 ബാച്ചാണ്. ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 5-ാം തീയതി മുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ 9995-100-800 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലെ. സോ അതിനു മുന്നേ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ആ ഒരു കാറ്റഗറി നമ്പർ 537/2025 അല്ലെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അത്യാവശ്യം നമ്മുടെ ആ ഒരു ലെവലിൽ നല്ല സാലറി നമുക്ക് കിട്ടാറുള്ളതാണ് അല്ലെ. അപ്പൊ അതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുന്നു, 14/1 ആ ദിവസത്തേക്ക് കാത്തു നിൽക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ലാസ്റ്റ് ദിവസത്തേക്ക് നിന്നിട്ട് മിക്കവാറും അത് മറന്നു പോകുന്നൊരു കേസ് വരാം. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഇന്ന് തന്നെ അല്ലെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് ആദ്യം കുറെ ഈ കറന്റ്ലി നിലവിലുള്ള ആ റാങ്ക് ലിസ്റ്റിന് മുന്നേ ഉണ്ടായിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് എത്ര ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, എത്ര ആൾക്കാർ ജോയിൻ ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. സോ അതിന്റെ അകത്ത് ലാസ്റ്റ് കാറ്റഗറി നമ്പർ 083/90 2019 വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2020 അടുപ്പിച്ച ആ ഒരു എക്സാം 2020 ആ ഒരു ഫെബ്രുവരി അങ്ങനെ എന്തോ ഒരു സമയത്ത് ആ ഒരു എക്സാം നടന്നിട്ടുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് ലെവൽ വന്നിട്ട് അതിന്റെ അകത്ത് എത്രയാണ് 170 ആണ്. അതായത് 170 ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. 170 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അല്ലെ ലെവൽ പോസ്റ്റില് അത്യാവശ്യം നല്ലൊരു വേക്കൻസി. അതുപോലെ നമ്മുടെ LSTD എക്സാംസ് ആ ഒരു LSTD പോസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഒരു പോസ്റ്റിംഗ് നടക്കാറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടും നമ്മുടെ ആ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇറിഗേഷൻ എന്തായാലും അത്യാവശ്യം നല്ലൊരു പോസ്റ്റിംഗ് നടക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമില് 170 അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് 15/4 ഏപ്രിൽ 15, 2024 നമ്മുടെ ആ ഒരു ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതില് 170 ആൾക്കാർ ആ ഒരു പ്രീവിയസ് റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് 170 ആൾക്കാർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സ്പ്ലിറ്റ് ചെയ്തോ ഞാൻ പറഞ്ഞില്ല, അത് മേ ബി പല റാങ്ക് ലിസ്റ്റുകളിലുള്ള എന്താണ് ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഒക്കെ റാങ്ക്സ് ഒക്കെ പല രീതിയിലായതുകൊണ്ട് അത് എക്സാക്ട്ലി ഈ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അത് പല രീതിയിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവിടെ വരാം അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ നോക്കി വെക്കുക. 170 ആയിരുന്നു ആ ഒരു ഇയറിൽ വന്നിട്ടുള്ള ആ ഒരു വേക്കൻസീസ്. ആ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് ആ ഒരു 3 ഇയർ നിലവിലുണ്ടായിരുന്ന ആ റാങ്ക് ലിസ്റ്റിനകത്ത് പോയിട്ടുള്ള ആ ഒരു നമ്പർ ഓഫ് അഡ്വൈസസ് എന്ന് പറയുന്നത് 170 ആണ്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ 2023 ജൂലൈയിലാണ് പിന്നെ നമ്മുടെ ആ ഒരു എക്സാം നടന്നത് അല്ലെ. 2023 ജൂലൈ ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിംഗിൽ അങ്ങനെയായിരുന്നു ആ ഒരു എക്സാം നടന്നത്, അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് അങ്ങനെ എന്തോ ഒരു ടൈമിലാണ് ആ ഒരു എക്സാം നടന്നത്. ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/5/2024 അല്ലെ. ഈ ഒരു ലാസ്റ്റ് 15/4/2024 ആ ഒരു അഡ്വൈസ് അതിന് മുന്നേയുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം 6/5 മെയ്യില് ഏപ്രിലിൽ ലാസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞിട്ട് നമ്മളല്ലേ ആ ഒരു മെയ് ആയപ്പോഴത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു റൈറ്റ്. ഇനി
ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചൊന്ന് മേളിലായിട്ടുണ്ട്, റൈറ്റ്. ആ ഒരു കാലയളവിൽ പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 130 ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 200 അല്ലെങ്കിൽ 200 തൊട്ട് മേളിലേക്കുള്ള നമ്പർ ഓഫ് അഡ്വൈസ് മിക്കവാറും ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് പോവേണ്ടതാണ്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പൊതുവെ ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ടെക്നിക്കൽ PSCന്റെ കേസിൽ അവർ പറയുന്ന ഒരു കേസിലാണ് വാലിഡിറ്റി 3 years അല്ലെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വരെ, അല്ലെ? അങ്ങനെയാണ് അവർ ക്ലോസ് അവിടെ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ നമ്പർ ഓഫ് എന്താണ് ഇയേഴ്സിന്റെ കണക്ക് പ്രകാരം ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഏത് ദിവസം വരെയാണ്? അത് 5/5/2027 വരെ ആയിരിക്കും, റൈറ്റ്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ആ എക്സാം നടന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന അന്ന് ഈ പറയുന്ന ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ അവസാനിക്കും, റൈറ്റ്. അതാണ് നമ്മൾ പറയുന്ന ഒരു നമ്മുടെ PSCന്റെ ആ ഒരു നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു മാനദണ്ഡങ്ങൾ, അല്ലെ? അപ്പൊ ഇതിന് മുന്നേ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇപ്പം നവംബർ 3-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വൈസ് പോയിട്ടില്ല. എന്നാലും ഇനി ബാക്കി ആ ഒരു വേക്കൻസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അടുത്ത ആ ഒരു അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ കറന്റ് 130 ഇനി വീണ്ടും ഒരു 1 yearനേക്കാളും കൂടുതൽ നമ്മൾ ആ ഒരു നമ്പർ ഓഫ് ഇയേഴ്സും അതുപോലെ എക്സാം ഇനിയിപ്പോ നടക്കാൻ എന്തായാലും കുറച്ചൊരു സമയം നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട്, അല്ലെ, ഒരു 1.5 yearsന്റെ ഒക്കെ അടുത്ത് നമ്മൾ ഏകദേശം ആ ഒരു മെയിന്റെ അടുത്ത് വരെ തന്നെ എന്തായാലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് മിക്കവാറും നിലവിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മേ ബി ഒരു 200ന്റെ ആ ഒരു, അല്ലെ, 200 അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് മേളിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും ആ ഒരു അഡ്വൈസ് പോകുന്നതായിരിക്കും. അപ്പൊ ഈ 2 റാങ്ക് ലിസ്റ്റും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ 2 ഡാറ്റയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഏകദേശം ആ ഒരു 150 മുതൽ 200 വരെയുള്ള ആ ഒരു റേഞ്ചിന്റെ അകത്താണ് പൊതുവെ നമ്മുടെ ആ ഒരു ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ അകത്തുള്ള എന്റെ ആ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ ആ ഒരു വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അടുത്ത ആ ഒരു എക്സാം നമ്മൾ ഇനിയിപ്പോ ഈ പറഞ്ഞ 2026 നടക്കാൻ പോകുന്ന ആ ഒരു എക്സാമിന്റെ കേസിലും ഏകദേശം നിങ്ങൾക്ക് ഈ പറഞ്ഞ 150 അല്ലെങ്കിൽ 200 ആ ഒരു റേഞ്ചിൽ തന്നെ വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു എയിം, അല്ലെ, എന്തായാലും ആ ഒരു 200 എന്ന് പറയുന്ന ആ ഒരു 200 എന്ന് വിചാരിക്കണം, 150 വിചാരിക്കണം, ആ ഒരു മിനിമം നമ്പർ വിചാരിക്കാം, അല്ലെ? ആ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ നമ്മൾ പഠിച്ചു തുടങ്ങുക. കാര്യമായിട്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾ പല ആൾക്കാരും LSTD എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ PCBA ഉണ്ട്, PWDA ഇപ്പം ഡിസംബർ എപ്പോഴാണ്, ഫെബ്രുവരിയിൽ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു എക്സാംസിനൊക്കെ ഗ്രാജുവലി കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണം. നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻസ് അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് തണുത്ത് പോരുത്, റൈറ്റ്. ആ ഒരു ചൂടോടുകൂടി അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മൾ ആ ഒരു നെക്സ്റ്റ് PCB അല്ല എന്നാണ് ഇറിഗേഷൻ, അല്ലെ? ഇറിഗേഷൻ ഈ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഉഷാറായിട്ട് എക്സാം വരുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ നല്ല സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഒരു വേക്കൻസീസിന്റെ കേസിൽ പറയുന്നത്. ഇനി എക്സാമിന്റെ ഡേറ്റിനെ പറ്റി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മളെ PSC ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മുടെ ആ പ്രഡിക്ഷൻസ് ഒക്കെ പൊതുവെ, അല്ലെ, പാടെ അവഗണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പാടെ തെറ്റായിട്ട് കാണിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ PWDന്റെ കേസ് തന്നെ എടുത്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്താണ് ആ ഒരു അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് ഇട്ടു, അല്ലെ? അതായത് ആ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് 3-4 മാസം കൊണ്ട് തന്നെ ആ ഒരു എക്സാം വിളിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇലക്ഷൻ കാണാൻ അതൊന്ന് ഡിലേ ആയി നമുക്ക് സമയം കിട്ടി, അല്ലെ? അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു ഞാൻ PCB തന്നെ വീണ്ടും പറഞ്ഞതല്ലേ, ഇറിഗേഷൻ എന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഡിസംബർ പകുതിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് ജനുവരി പകുതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി ആ 3 മാസത്തെ കൺഫർമേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ PWDന്റെ കേസിൽ വന്നതുപോലെ വരികയാണെങ്കിൽ അത് എക്സാം വരിക ഏപ്രിലാവും, അല്ലെ? ഏപ്രിൽ പക്ഷെങ്കിലും മിക്കവാറും നമ്മുടെ ആ ഒരു അസംബ്ലി ഇലക്ഷൻസ് നടക്കാനുള്ളത് കൊണ്ട് എക്സാം നടക്കാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ പൊതുവെയുള്ള ആ ഒരു PSCന്റെ ആ ഒരു പൊതുവെയുള്ള മേജർ എക്സാംസിന്റെ ആ ഒരു ടൈം ലൈൻ എന്നുള്ള രീതിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പല നമ്മുടെ ടീച്ചിങ് എക്സാംസുകളും അതുപോലെയുള്ള പൊതുവെ കുറേയൊക്കെ നമ്മുടെ ആ ഒരു എക്സാംസ് ഒക്കെ നടക്കാറ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മിക്കവാറും ആ ഒരു ജൂൺ ആവാം, ജൂലൈ ആവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ജൂണ് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് പഠിക്കാൻ നോക്കുക, അല്ലെ? ജൂൺ ജൂലൈ എന്നുള്ള ആ ഒരു ടൈം ലൈനിന്റെ ബേസിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും നമ്മൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഏപ്രിലിൽ മിക്കവാറും നടക്കില്ലായിരിക്കാം. നമ്മുടെ ഇലക്ഷൻസിന്റെ ഒക്കെ ആ ഒരു കേസ് വരുന്നുണ്ട്, അത് കുറച്ചും കൂടി തള്ളിപ്പോവാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു മേ ബി ജൂൺ എന്നുള്ള ആ ഒരു ഡേറ്റ് നിങ്ങൾ ടെൻറ്റീവ്ലി വെക്കുക, അല്ലെ? ജൂലൈ ആയാലും അത്രയും നല്ല നമുക്ക് അത്രയും സമയം കിട്ടും, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം സ്പാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ടാർഗറ്റ് ഈ ബാച്ച് ഉണ്ട്.
അതിന് 12,999 ആണ് ഒരു കോഴ്സ് വരുന്നത്. January 5th സ്റ്റാർട്ട് ഡേറ്റ്. അതുപോലെ നിങ്ങൾ ഓവർസിയർ ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് മിഷൻ ഓവർസിയർ 3.2 ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് January 2nd നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4,999 ആണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു ബാച്ചുകൾ അല്ലെ, അതിന്റെ ഒക്കെ ആ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ നമ്പർ 9995 100 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. അല്ലെ, ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബാച്ചസിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നല്ല ശക്തിയായിട്ട് പഠിച്ചു തുടങ്ങാം അല്ലെ. നമുക്ക് എന്തായാലും അടുത്ത ആ ഒരു എക്സാമുകളിൽ നല്ല റാങ്ക് വാങ്ങിയിട്ട്, ഞാൻ പറഞ്ഞ ആ ഒരു ലാസ്റ്റ് നമ്പറിലേക്കല്ല, നമ്മൾ പറഞ്ഞ 150 അല്ലെങ്കിൽ ഓവർസിയർ എക്സാം ഒരു 500 അല്ല, അങ്ങനെ ഒരു റാങ്ക് അല്ല, ഒരു ടോപ്പ് 15 തന്നെ വരുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്തായാലും കാര്യങ്ങൾ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അല്ലെ, ഏർലി സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ കേസ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.